1907 മരം കൊണ്ട് മാത്രം നിർമ്മിച്ച അൽമാട്ടിയിലെ മനോഹരമായ സെൻകോ കത്തീഡ്രലിൽ നിന്നും ഇറങ്ങി. പള്ളിയുടെ മുമ്പിലായിട്ട് തന്നെ ഒരു തരം ചെടിയുടെ കൊമ്പുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. പുസി വില്ലോ എന്ന ചെടിയുടെ ശിഖരങ്ങളാണിത്. നൂറ്റാണ്ടുകളായി ഉക്രൈൻ, റഷ്യ, സ്ലോവാക്യ എന്നിവിടങ്ങളിലെ ഓർത്തഡോക്സ് പള്ളികൾ പാം സൺഡേ ആഘോഷിക്കാൻ പുസി വില്ലോ ഉപയോഗിക്കുന്നു. വസന്തകാലത്ത് പൂക്കുന്ന ആദ്യത്തെ ചെടികളിൽ ഒന്നാണ് പുസി വില്ലോ. അത് പുതിയ ജീവിതത്തെയും പുനരുദ്ധാരണത്തെയും പ്രതീകപ്പെടുത്തുന്നു. പാശ്ചാത്യ ക്രിസ്ത്യൻ പള്ളികളിൽ ഈന്തപ്പനയോലകൾ, ഒലീവ് ശിഖരങ്ങൾ എന്നിവ പരമ്പരാഗതമായി അനുഗ്രഹിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഓർത്തഡോക്സ്, ഈസ്റ്റേൺ റൈറ്റ് കാത്തലിക് തുടങ്ങിയ ക്രിസ്ത്യൻ പള്ളികളിൽ പുസി വില്ലോ ശാഖകൾ വാഴ്ത്തിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പള്ളിയുടെ പുറത്തായിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടം കളിപ്പാട്ടങ്ങൾ അടങ്ങിയ ഒരു സ്ഥലമാണിത്. നമ്മുടെ നാട്ടിലെ ഷോപ്പിംഗ് മാളിലൊക്കെ കാണുന്ന റിമോട്ട് കൺട്രോൾ കാറുകളാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ളത്. സിൻഡ്രല്ല ഹോഴ്സ് കാരേജ് ആണിത്. ഡിസ്നിയുടെ സിൻഡ്രല്ല എന്ന കഥാപാത്രം ഉപയോഗിക്കുന്ന കുതിരവണ്ടിയുടെ മാതൃകയാണിത്. കസാഖിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മൃഗമാണ് കുതിര. 2021 കണക്ക് പ്രകാരം കസാഖിസ്ഥാനിൽ 35 ലക്ഷത്തിന് മുകളിലായി കുതിരകളുണ്ട്. സവാരിക്കായും പാലിനായും മാംസത്തിനായും ഇവയെ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്കായി പോണി കുതിരകളെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് പ്രാവുകളെ ഫീഡ് ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടുന്നുണ്ട്. കുട്ടികളും കുടുംബവുമായി വൈകുന്നേരങ്ങളിൽ എല്ലാം ഇവിടെ നല്ല തിരക്കാണ്. ഞങ്ങളുടെ ഹോട്ടലിന് അടുത്തായി തന്നെ ഈ പാൻഫിലോ പാർക്ക് വരുന്നതിനാൽ കുറച്ചു നേരം വിശ്രമിച്ച ശേഷം വൈകുന്നേരം വീണ്ടും ഇവിടേക്ക് വന്നു. പള്ളിയുടെ മുറ്റത്തായി തുലിപ് പുഷ്പങ്ങൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട്. രാത്രിയിലും ഈ പള്ളി കാണാൻ നല്ല ഭംഗിയാണ്. പകൽ കണ്ടത്ര ആളുകളില്ലെങ്കിലും വൈകുന്നേരം കുട്ടികൾ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട്. ഈ കാണുന്നത് ഈ പാർക്കിനുള്ളിൽ ഉള്ള ഒരു റെസ്റ്റോ ബാറാണ്. പള്ളിയുടെ പരിസരമാണെങ്കിലും ഇവിടെയും മദ്യം വിൽക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കസാഖിസ്ഥാൻ ജനതയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗവുമാണത്. മതത്തിന് എപ്പോഴും 2ാം സ്ഥാനം മാത്രമേ ഈ രാജ്യക്കാർ കൊടുക്കുന്നുള്ളൂ. കത്തീഡ്രലിൽ നിന്നും നടന്ന് വേറെ ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു യുദ്ധസ്മാരകമുണ്ട്. ദ മെമ്മോറിയൽ ഓഫ് ഗ്ലോറി എന്ന 2ാം ലോകമഹായുദ്ധ സ്മാരകമാണിത്. പാർക്ക് ഓഫ് 28 പാൻഫിലോ ഗാർഡ്സ്മെൻ എന്നാണ് ഈ ഉദ്യാനത്തിൻ്റെ മുഴുവൻ പേര്. ജർമ്മൻ പടയുടെ മോസ്കോയിലോട്ടുള്ള മുന്നേറ്റം തടയുന്നതിനിടെ ഇവാൻ പാൻഫിലോ ഉൾപ്പെടെ 28 സൈനികർ മരിച്ചിരുന്നു. 1942 ആ സൈനികരുടെ സ്മരണക്കായി ഈ ഉദ്യാനം സമർപ്പിച്ചത്. ഈ സ്മാരകത്തിന് മുമ്പിലായി ഒരു കെടാവിളക്കുണ്ട്. മാർബിൾ തറയുടെ ഒരറ്റത്തു നിന്നും അത് നിരന്തരം എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. 2ാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട കസാഖിസ്ഥാനിലെ സൈനികരുടെ സ്മരണക്കുള്ളതാണിത്. 2ാം ലോകമഹായുദ്ധത്തിൽ USSRൽ നിന്നും 2.25 കോടി ജനങ്ങളാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ഈ സ്ക്വയറിൻ്റെ ഒരു ഭാഗത്ത് ഒരു മ്യൂസിയമുണ്ട്. ഒരു മിലിറ്ററി ഹിസ്റ്ററി മ്യൂസിയമാണത്. 1941 നവംബർ 16 മോസ്കോക്കടുത്തുള്ള ഡെബോസെക്കാവോ എന്ന സ്ഥലത്ത് 28 സൈനികർ ജർമ്മൻ ടാങ്ക് ആക്രമണത്തിനെതിരെ പോരാടി. ജർമ്മൻ സൈന്യത്തെ തടയുന്നതിൽ ഇവരുടെ പങ്ക് വലുതായിരുന്നു.
ഈ യുദ്ധം സോവിയറ്റ് പ്രചാരണത്തിൻ്റെ ഭാഗമായി വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടു. സ്മാരക ശില്പം വളരെ വലുപ്പമുള്ളതാണ്. സൈനികരെ യുദ്ധത്തിനിടെ ദൃഢനിശ്ചയത്തോടെ പോരാടുന്നതായി കാണിക്കുന്നു. സോവിയറ്റ് യുദ്ധ സ്മാരകങ്ങളുടെ തനത് ശൈലിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 28 പാൻഫിലോവ് ഗാർഡ്സ്മാനുകളുടെ കഥ സോവിയറ്റ് കാലത്ത് രാജ്യഭക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെട്ടു. ഈ യുദ്ധസ്മാരകം സൈനികരുടെ ധീരതയെയും ത്യാഗത്തെയും ഓർമ്മിപ്പിക്കുന്നു. എല്ലാ വർഷവും മെയ് 9 സോവിയറ്റ് യൂണിയൻ്റെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നേടിയ വിജയത്തെ സ്മരിച്ചുകൊണ്ട് സ്മാരക വിജയദിനമായി ആചരിക്കുന്നു. സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞു പോയ ശേഷം കസാഖിസ്ഥാൻ തങ്ങളുടെ ചരിത്ര പൈതൃകത്തിൻ്റെ ഭാഗമായ ഈ സ്മാരകത്തിന് ഉയർന്ന പ്രാധാന്യം നൽകി പരിപാലിച്ചു. കസാഖിസ്ഥാൻ ജനതയുടെ ദേശീയ അഭിമാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. ഈ പാർക്ക് പ്രാദേശികരുടെയും വിനോദസഞ്ചാരികളുടെയും ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്. രാത്രിയിൽ പള്ളിയുടെ വശത്തായുള്ള ഈ സ്ഥലത്ത് ഇവിടെയുള്ളവർ വന്ന് ഒത്തുകൂടുകയും പലതരം ഗെയിമുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. വോളിബോളാണ് പ്രധാനമായും. രാത്രി 12 മണിയായിട്ടും എല്ലാവരും അങ്ങനെ കളിയിൽ മുഴുകി നിൽക്കുകയാണ്.